ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു ചൈനീസ് മോളിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകും വഴിയിൽ എൻ്റെ സ്കൂൾ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ഇതാണ് എൻ്റെ സ്കൂൾ. ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ എൻ്റെ 12th വരെ പഠിച്ചിട്ടുള്ളത്. നല്ലൊരു ഇന്ത്യൻ സ്കൂളായിരുന്നു അത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ യാത്രയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ചൈനീസ് മോളിലേക്കാണ് പോകുന്നത്, ദുബായിലെ. അപ്പോൾ ഡ്രാഗൺ മാർട്ട് എന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അപ്പം ഡ്രാഗൺ മാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇത് അവിടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഡ്രാഗൺ മാർട്ടിനെ പറ്റി പറയാമെന്ന് ചോദിച്ചാൽ ഇവിടെ ഏകദേശം ഒരു 3500-ൻ്റെ മേലെ തന്നെ ഏകദേശം ഷോപ്സും മറ്റു കാര്യങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 മോളായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം റീസെൻ്റ്ലിയാണ് അവരുടെ ഈ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഇതിൻ്റെ തുടങ്ങിയിട്ടുള്ളത്, അതായത് ഒരു ഭാഗം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കാണുന്നതാണ് ഡ്രാഗൺ മാർട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പം ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും, അതായത് ഏതൊരു ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ ഇവിടെ കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. നമുക്കിപ്പം പുറത്തുനിന്ന് നമ്മൾ ഇപ്പോൾ ബ്രാൻഡഡ് വാങ്ങുമ്പോൾ ആ ഒരു പ്രൈസസൊക്കെ നമുക്ക് അറിയാമല്ലോ, ഭയങ്കര ഹൈ പ്രൈസസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും എക്സാക്റ്റ് കോപ്പി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പം ഇതിൽ വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, എല്ലാവിധ സാധനം നിങ്ങൾക്ക് കാണാം. അപ്പം ഇവർ ചെറിയ ചെറിയ സ്റ്റോളായിട്ടാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത്. ഇതുപോലെ ഓപ്പൺ സ്റ്റോൾസാണ് അധികം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ള ഇന്ന് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങാമെന്ന് ചോദിച്ചിട്ട് നല്ല ക്വാളിറ്റി ടോയ്സ് തന്നെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പം കുട്ടികൾ കുറച്ച് ടോയ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ എനിക്കൊരു ഷൂട്ടിങ്ങും കൂടി ആവുമല്ലോ എന്ന് ചോദിച്ചിട്ട് വന്നതാണ്. ഈ മോളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മുന്നേയും പല പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ഈ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ലൊരു വ്യത്യസ്തമായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഓരോ സാധനത്തിൻ്റെയും നമുക്ക് കാണാം. ഇപ്പം ഇത് എന്താണ് പറയേണ്ടത്, പല രീതിയിലുള്ള പല ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു സീബ്രയാണ്. അപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആകർഷമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ചെറിയൊരു ഏരിയ കവർ ചെയ്തിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.